ഹലോ സാറേ, ഇവിടെ കഴക്കൂട്ടത്തെ അൻസാജിന്റെ അടുത്തൊരു വിഷയം നടക്കുകയാണ്. ഒരു ബ്യൂട്ടി പാർലറിനെതിരെയാണ് പരാതിയുള്ളത്. സാലറി കൊടുക്കുന്നില്ല, ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ കട അടയ്ക്കാൻ സമ്മതിക്കാതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കാതെ ഇറങ്ങാനോ വെളിയിൽ. അപ്പൊ സാലറി കൊടുക്കണ്ടേ? എന്റെ സാലറി കൊടുക്ക, അവന്റെ സാലറി കൊടുക്ക. ജോലി തെറ്റ് സാലറി കൊടുക്കത്തില്ലെന്നാ ഇവിടുത്തെ ന്യായം ഇത്. സാലറി കൊടുക്കണ്ടേ? ജോലി തെറ്റ് സാലറി കൊടുക്കാത്ത എവിടുത്തെ ന്യായം ഇത്? സാലറി കൊടുക്കുന്നില്ല പയ്യന്റെ. ജോലി ചെയ്തിട്ട് അറിയാം ഈ പയ്യൻ. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. വേറെ ആളോ ആരാളോ? പോലീസിനെ വിളിക്കണം. പോലീസിനെ വിളിച്ചാൽ കാര്യം വരത്തുള്ളൂ. എന്തോന്ന് ചെയ്തോളെ? പെണ്ണുങ്ങളടുത്ത് സംസാരിക്കുമ്പോ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. സാലറി തരാതെ വർത്താനം പറയുന്നത്. ഭീഷണിയൊക്കെ വേറെ അടുത്ത് മതി. ജോലി ചെയ്തിട്ട് സാലറി കൊടുക്കാതെ വർത്താനം പറയുന്നത്. ഈ കടയിലാണ് ജോലി പൈസ എന്തോ ചെയ്യാം അവന്. അവനെന്തോ ചെയ്താളെ നിങ്ങള്? നിങ്ങൾ എന്തോ ചെയ്താളെ അവന്? അവനെന്തോന്ന് ചെയ്താളെ നിങ്ങള്? എന്തോന്ന് ചെയ്യും അവന്? അവനെന്തോന്ന് ചെയ്യും? അവനെന്തോന്ന് ചെയ്യും? അവനെ തൊട്ടോക്ക്. അവനെ തൊട്ടോക്ക്. നീ പേടിപ്പിക്കാൻ കൊണ്ട് വന്നിരിക്കുന്നു. ജോലി ചെയ്ത് സാലറി കൊടുക്കണം. ആദ്യം നിർത്തേണ്ട നിങ്ങളാണ്. അവന്റെ അടുത്ത് മെക്കിട്ട് കയറേണ്ട ഒരാവശ്യമല്ല. പെണ്ണുങ്ങളുടെ അടുത്ത് വാച കഴിക്കേണ്ടത് നിൽക്കണ്ട. ജോലി ചെയ്ത സാലറി കൊടുക്കണം. ജോലി ചെയ്യണം. സാലറി കൊടുക്കത്തില്ല. വർത്താനം പറയാൻ വേണ്ടി കിടക്കുന്ന നല്ലോണം എടുക്കന്നെ ചെയ്യുന്ന. എന്തോന്ന് ചെയ്യാവനാ? അവനെന്തോന്ന് ചെയ്താളെ? ഇല്ല, ജോലി ചെയ്ത സാലറി കൊടുത്തിട്ട് വർത്താനം പറ. സാലറി കൊടുത്തിട്ട് വർത്താനം പറ. പട്ടിയെ പോലെ ഇങ്ങോട്ട് വരുന്ന വീഡിയോ എടുത്തുവിടുന്ന അവരെത്ര തരാണ്ട്? 30,000 രൂപ. 3 മാസത്തെ പൈസ. യൂണിസെക്ഷൻ പരാതി കൊടുത്തില്ലായിരുന്നു. രണ്ടുപേരെ പരാതി കൊടുത്തു. അപ്പോഴാണ് വിളിപ്പിച്ചില്ലായിരുന്ന. പരാതി എന്താ അമ്മ അവിടെ തന്നെ കൂട്ടാൻ വേണ്ടിട്ട് പോകുന്നത്. പാച്ചറ മീഡിയക്കാർ വന്നതിന് ശേഷം നിങ്ങൾ കൂട്ടിയാൽ മതി. മനസ്സിലായോ? മീഡിയക്കാർ വന്നതിന് ശേഷം കൂട്ടിയാൽ മതി. ഓപ്പൺ ഇതാക്കണമോ? മീഡിയക്കാരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മീഡിയക്കാരെ വന്നിട്ട് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞാൽ മീഡിയക്കാർ നമ്മളടുത്ത് പറയും. മീഡിയക്കാർ നിങ്ങൾ പൈസ ചെയ്യോ? ഞങ്ങൾക്ക് ന്യായം കിട്ടണം. ഇത്ര നേരം അതന്നെ നമുക്ക്
ഇത് വേണ്ട നമുക്ക്. ഞങ്ങളിവിടെ വെറുതെ വായിൽ വിരൽ വെച്ചിട്ടല്ല ഇരിക്കേണ്ടത്. രണ്ട് മക്കളെ കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഭ്രാന്തൊന്നും അല്ല, ഞങ്ങൾ സാധാരണ കുടുംബത്തിലുള്ളവരാണ്. ഞാനിവിടെ ജോലി ചെയ്താ ഇതിപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ ജോലി ചെയ്ത ഇപ്പോഴും ഉണ്ട്. കണ്ടാ, ഞാൻ ജോലി ചെയ്ത ഒപ്പിട്ട പൈസ ഇപ്പോഴും ഉണ്ട്. ഞാൻ മെഡിക്കൽ കോളേജ് കിടന്നിട്ട് ഇന്നലെ ഡിസ്ചാർജ് ആയി വന്നതാണ്. ഞാൻ പൈസ കിട്ടാത്തോണ്ട് ആരും വിളിച്ചിട്ടെടുക്കാം. നീ ഫോൺ എടുത്തിട്ടില്ലേടാ? നീ വിളിക്കുമ്പോ ഫോൺ എടുത്തിട്ടില്ലേ? അവരെ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ് ആണെന്ന് നോണ പറയാൻ വേണ്ടി നടക്കുന്നത്. സാലറി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെ വെക്കണം, അല്ലാണ്ട് സാലറി ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പരിപാടിയെല്ലാം കാണിക്കേണ്ടത്. അങ്ങനെ പാർട്ടിയാണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ഒരു കിട്ടിയെടുക്കണം. ഇതുകൊണ്ട് എന്നെ എടുത്തത് അവരാണ്. എന്നെ എടുത്തത് അവളാണ്. രണ്ട് പാവപ്പെട്ട, ഞങ്ങളൊക്കെ പാവപ്പെട്ട കുടുംബത്തിൽ ഇതായിട്ട് ഇരിക്കുന്നതാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് സാലറി കിട്ടണം. എന്റെ അനിയനെ സാലറി കൊടുക്കാതെ എന്റെ മക്കളൊക്കെ എങ്ങനെയാണ് ഇതാക്കേണ്ടത്? അത് ഷെയർ ചെയ്ത് അവരെടുക്കുന്നുണ്ട്. രണ്ടുപേരും പാർട്ടതാണ്. അവര് 30,000 രൂപ കിട്ടുന്നുണ്ട്. ടോട്ടൽ 30,000 രൂപ കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു മാസത്തെ പൈസ 30,000 രൂപയാണ്. എനിക്ക് 30 ഉണ്ട്. വേറൊരു പെണ്ണിന് കൊടുക്കുന്നുണ്ട് 4,500 കൊടുക്കുന്നുണ്ട്. വേറൊരു പെണ്ണ് 12,000 രൂപ കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി 12, എല്ലാം കൂടി 45,000 രൂപ ഉണ്ട്. പണ്ടത്തെ കാലമൊന്നല്ല, മീഡിയ ആണ്. ഇരിക്കുന്ന ഇടത്തുനിന്ന് മുമ്പത്തില്ല ഇവളൊക്കെ. ഇവിടെ ഇരുമോനെ പാവപ്പെട്ടവരെ ജോലിക്ക് കയറ്റിയിട്ട് സാലറി പോലും കൊടുക്കാണ്ട് ഉണ്ടാക്കുന്ന മദാമ്മമാര്, കറുത്തിരിക്കുന്നത് പറയും ഡിസ്മിസ് ചെയ്യുന്ന നാറികള്. നിങ്ങളെ പൈസ അല്ല, നിങ്ങൾ ജോലി വെച്ചിട്ടുണ്ട്. അതിനാണ് പോലീസും സ്റ്റേഷനും കൈകാര്യമുണ്ടാകാനാണ് പോലീസ് സ്റ്റേഷൻ നമ്മൾ കേട്ടോ. ഭരണ കേസ് ലോക്ക് ചെയ്ത് കൊണ്ടുപോകണം. അതുള്ള ഇത്രയും നമ്മള് വേറെ ചെയ്ത് ആ പാവപ്പെട്ട പയ്യൻ ജോലി ചെയ്ത് എന്റെ 2 മക്കളാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഞങ്ങൾ കുടുംബം കഴിയുന്ന അവന്റെ ഒരു സാലറി കൊണ്ടാണ്. പണ്ടത്തെ കാലമൊന്നല്ല സാറേ ഇത്. ഉടായിപ്പം കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു പൂട്ടിക്കാനും നമുക്കറിയാം. കൊച്ചു മക്കളെ കൊണ്ട് വന്ന് നിൽക്കുന്ന ആർക്കും കൊടുക്കത്തില്ല സാലറി. ഈ മാതാമ്മമാര് കറുത്തിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഡിസ്മിസ് ചെയ്ത സാധനങ്ങളാണ്. കറുത്തിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് എവിടുത്തെ നേരത്തെ മലയാളം പറഞ്ഞിട്ടിരുന്ന ഉടായിപ്പ് അടിക്കുന്നത്. ഉടായിപ്പ് ഇല്ല ഇല്ല, എത്ര റിസ്ക് എടുത്താലും ശരി ഇത് കൂട്ടിക്കുകയും ചെയ്യും. എത്ര നേരം ഇവിടെ ഈ കുഞ്ഞു മക്കളും കൊണ്ട് നാളെ സ്കൂളിൽ പോവേണ്ടതാണ്. ഇതുങ്ങളൊന്നും കഴിച്ചിട്ടില്ല. സാലറി കിട്ടാത്തോണ്ട് ഞങ്ങളുടെ വീട് വരെ പട്ടിണിയായിട്ട് കിടക്കുന്നത്. സാലറി കിട്ടാണ്ട് ഞങ്ങളുടെ വീട് വരെ പട്ടിണി കിടക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. നേരത്തെ നല്ലവണ്ണമല്ല ആ പുള്ളിക്കാരൻ
വേറെ സംസാരിച്ചു, എന്റെ അമ്മയോട് വേറെ റേസ് ആയിട്ട് സംസാരിച്ചു. അതുകൊണ്ട് ഈ കണക്കെന്താ വടി കുത്തിയിട്ട് ഇരിക്കുന്നവൻ. നിങ്ങൾ ഏത് ഏരിയക്കാരാണെന്ന് അറിയാന്ന്. ഹോസ്പിറ്റലിൽ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തേ ഉള്ളൂ. അവരെ ഈ ടിക്കറ്റ് ഇതാക്കിട്ട് ഇരിക്കുന്നത്. വെറും കറുത്തിരിക്കുന്നതിന്റെ പേരില് ഡിസ്മിസ് ചെയ്തു. ഈ മദാമ നേരത്തെ നല്ല രീതിയിലല്ലേ ഏതാണ്ട് ഇയാൾ സംസാരിച്ച എന്റെ അമ്മയോട്, മനസ്സിലായോ? ഞാൻ ഈ വടി കുത്തിയിട്ട് ഇരിക്കുന്നവൻ. ഇതാരെന്ന് അറിയത്തില്ല. നമ്മൾ ഈ സാലറി കിട്ടാൻ വേണ്ടിക്ക് വിളിച്ചില്ലേ, ആ സമയത്ത് കുറേ എണ്ണം ഇതുപോലെ ഈ 2 കാറിലായിട്ട് വന്നിറങ്ങി. അതുകൊണ്ട് ഇതുപോലെ ഒരു കൊടിയും പിടിച്ചിട്ട്. എന്നിട്ട് എന്റെ അമ്മയടുത്ത് പറയുന്നത് ഏത് നാട്ടുകാരാണെന്ന് അറിയാൻ ഞങ്ങൾക്ക്, ഏത് ഇതാണെന്ന് നമുക്ക് നന്നായിട്ട് ഏരിയക്കാരാണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവമാനിച്ചിട്ട് ഒരുമാതിരത്തെ വർത്താനം പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്, ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ ഭീഷണി ഇയാള്. ഇതിപ്പോ രാഷ്ട്രീയോ? ഇതൊന്ന് പൊളിറ്റിക്സാ? അല്ലെങ്കിൽ ഒരു മനസ്സിനെ വിളിച്ചാൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവര് ഉത്തരം പറയേണ്ടി വരും. ഒരു പെണ്ണ് ഓൾറെഡി സ്റ്റേഷനിൽ വന്ന് കഴക്കൂട്ട സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. സാലറി കിട്ടിയിട്ടില്ല. ന്യായം കിട്ടാത്തടുത്ത് ന്യായം കിട്ടിയിട്ടില്ല സാറേ ഇതുവരെയും. ഞങ്ങൾ ഇറങ്ങേണ്ടി വന്ന ഇതുകൊണ്ടാണ്. പണ്ടത്തെ കാലമാണ്, പൂട്ടേണ്ട വഴിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കാര്യം കഴിഞ്ഞ് അല്ല, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവൻ ഒപ്പിട്ടതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. പോലീസുകാരും എല്ലാവരും ഉണ്ട്. നാളെ 10 മണിക്ക് സ്റ്റേഷനിൽ എത്തണം കേട്ടാ. അനിയത്തി എല്ലാരും കഴക്കൂട്ട സ്റ്റേഷനിൽ ആ പെണ്ണ് പരാതി തന്നിട്ടുണ്ട്. സൂര്യ എന്നാ പേര്. വിനീത്. ഇത് ഫോട്ടോ എടുക്കാം. ഈ സെയിം അഡ്രസ് ആണേ സാറേ. അവര് എല്ലാ അഡ്രസ്സും മാറ്റി വെച്ചു. ഫോൺ നമ്പർ ഉണ്ടോ? 81298753. അതുകൊണ്ട് പേരുണ്ട്. എന്റെ പേരുണ്ട്. അഞ്ചു. കാറ് മേടിച്ചേക്ക്.